ഇപ്പോൾ താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചേതൻ സാജനുണ്ട് നമ്മളോടൊപ്പം. ചേതൻ, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് തലയോട്ടി തകർന്നിരിക്കുന്നു, വലത് ചെവിയുടെ മുകളിലാണ് പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ കട്ടിയേറിയ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനത്തിലാണ് ഈ ഒരു മുറിവുണ്ടായിരിക്കുന്നത്. തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പുറത്തു വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഷഹബാസിന്റെ തലയോട്ടി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലതു ചെവിയുടെ മുകളിൽ കട്ടിയേറിയ ആയുധം ഉപയോഗിച്ച് മർദ്ദനമേറ്റ പാടുകളുണ്ട്. വലതു ചെവിയുടെ മുകളിൽ പൊട്ടലുമുണ്ട്. ഇതാണ് പ്രധാനമായും പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മരണകാരണം എന്ന് പറയുന്നത് ഈ തലയോട്ടി തകർന്നതാണ് മരണകാരണമെന്ന്. കാരണം നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്തരിക പരിക്കുകളാണ് മരണത്തിന് കാരണമെന്നാണ് നിഗമനം. അതിപ്പോ സാധൂകരിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നത്. ഈ മർദ്ദനത്തിന് ശേഷം യാതൊരുവിധ ബാഹ്യ മുറിവുകളൊന്നും ഈ ഷഹബാസിന് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് മയങ്ങി വീണതിന് ശേഷം പിന്നീടാണ് വീട്ടിലെ മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നത്. അതെ ചേതൻ, നമ്മൾ അല്പം മുമ്പ് ആ ഒരു CCTV ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതായത് ഈ ഒരു മർദ്ദനം ഏറ്റതിന് ശേഷം ഷഹബാസ് മറ്റൊരു സുഹൃത്തിന്റെ 2 വീലറിന്റെ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു CCTV വിഷ്വൽ നമ്മൾ കണ്ടിരുന്നു. അതിൽ മൂക്കിൽ കൂടെ രക്തം വരുന്ന ഒരു കാഴ്ച നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നു. അതിക്രൂരമായ ഒരു മർദ്ദനമായിരുന്നു മുഹമ്മദ് ഷഹബാസ് ഏറ്റെടുത്തിരുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് ഷഹബാസിന് പറ്റിയതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലേ? അതെ, വളരെ അതിക്രൂരം. നിങ്ങൾ അത് കൂടെ പഠിക്കുന്ന സഹപാഠികൾ മറ്റു കൂട്ടുകാരാണ് ഇത്തരത്തിലൊരു ക്രൂരമായി പെരുമാറി എന്നുള്ളതാണ് നമുക്ക് എടുത്തു കാണാം. അതായത് വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിന് താഴെയുള്ള കടയുടെ മുമ്പിലാണ് ഒരേ ട്യൂഷൻ ക്ലാസ് പഠിക്കുന്ന 2 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി കൂട്ടങ്ങൾ പരസ്പരം പോരടിച്ചത്. ഈ കയ്യാങ്കളിയിലാണ് ഈ ഷഹബാസിന് തലക്ക് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റ ഉടനെ സമീപത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ ഷഹബാസ് പൂർണ്ണമായും കോമയിലായിരുന്നു. ഇപ്പോൾ ഷഹബാസിന്റെ മൃതദേഹം തറവാട്ട് വീട്ടിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ഈ ഷഹബാസ് താമസിച്ച കോറങ്ങാട്ട് വാടക വീട്ടിലാണ് ആദ്യം മൃതദേഹം എത്തിക്കുക എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ വൈകുകയായിരുന്നു. പിന്നീട് സ്വന്തം പാലോറക്കുന്നിലെ സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് മൃതദേഹം അല്പസമയം വെക്കും. ശേഷം തൊട്ടടുത്തുള്ള കെടവൂരിലെ മദ്രസയിലാണ് പൊതുദർശനം വെക്കുക. അതിനുശേഷമായി അതെ ചേതൻ, ഈ ഒരു ഇത്തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തത്സമയ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഷഹബാസിന്റെ മൃതദേഹവുമായി ആംബുലൻസ് ഈ തറവാട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു അല്പസമയം അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കായി മദ്രസയിലേക്ക് കൊണ്ടുപോവുക. ഏറ്റവും ദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അതായത് കൂടെ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ, സഹപാഠികൾ, അവർ തമ്മിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ ആസൂത്രിതമായ ഒരു കൊലപാതകം നടക്കുക. വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അത്തരത്തിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു പുതുതലമുറ, നമ്മുടെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആസൂത്രിതമായ കൊലപാതകത്തിന്റെ ആ ഒരു അവരുടെ ആസൂത്രണ രീതികളും മറ്റും നമ്മളെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിന്റെ ഏറ്റവും പരിണതഫലമായിട്ടാണ് ഇപ്പോൾ ഷഹബാസ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓടിക്കളിച്ചിരിക്കുന്ന തറവാട് മുറ്റത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മൃതദേഹവുമായി ഷഹബാസ് എത്തുന്നത് അവിടെ ഏവരെയും കണ്ണുനീരണിയിക്കുന്ന ഒരു കാഴ്ചയായിട്ട് വേണം നമുക്ക് കാണുവാൻ. ധാരാളം പ്രദേശവാസികളായിട്ടും ഷഹബാസിനെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള നാട്ടുകാർ അവിടെ ധാരാളം ഒത്തുകൂടിയിട്ടുണ്ട്. ഈ തറവാട്ട് വീട്ടിൽ അല്പസമയം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാകും ഷഹബാസിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക എന്ന് വേണം മനസ്സിലാക്കുവാൻ. ചേതൻ സാജൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേതൻ, ഈ ഒരു തത്സമയ ദൃശ്യങ്ങൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ തറവാട്ട് വീട്ടിലേക്ക് ഷഹബാസിന്റെ മൃതദേഹം എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ദാരുണമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, അതായത് ആദ്യം തീരുമാനിച്ചത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സമീപത്തുള്ള ജുമാ മസ്ജിദിൽ മഹാചാര പ്രകാരം മൃതദേഹം കുളിപ്പിച്ചതിന് ശേഷം
ഈ ഷഹബാസ് താമസിച്ച വാടക വീട്ടില് പോറങ്ങാട്ടുള്ള വാടക വീട്ടിൽ എത്തിക്കുക. അവിടെ അല്പസമയം പൊതുദർശനത്തിന് തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. പക്ഷെങ്കിൽ ഈ സമയക്രമം ആകെ താളമിറ്റി നേരെ പാലോറക്കുന്നിലെ തറവാട്ട് വീട്ടിലിരിക്കുകയാണ്. ഈ പാലോറക്കുന്നിലെ ഈ തറവാട്ട് വീട്ടിന്റെ തൊട്ട് മുമ്പിലാണ് ഷഹബാസിന്റെ മാതാപിതാക്കൾ പുതിയ വീട് അതിന്റെ വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഷഹബാസിന്റെ ഈ വാർത്ത കാരണം ധാരാളം പേരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പലരും കണ്ണീർ നമ്മളെ സംബന്ധിച്ചോളം ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇനി ഇവിടെ പൊതുദർശനം അല്പസമയം വെച്ചതിനു ശേഷം കടവൂരിലുള്ള മദ്രസയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ശേഷം മയ്യത്ത് നമസ്കാരം ഉണ്ട്. 3:15 മയ്യത്ത് നമസ്കാരം തീരുമാനിച്ചെങ്കിലും സമയക്രമം ഒക്കെ തെറ്റുകയായിരുന്നു. പിന്നീട് ഈ കടവൂരിലെ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കടവൂരിലെ ജുമാ മസ്ജിദിൽ ഖബറടക്കുന്നതായിരിക്കും.